നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങള്. താര വളരെ സീരിയസാ. ആ പൂർണിമയെ കൊല്ലാനുള്ള വൈരാഗ്യം താരയ്ക്കുണ്ട്. ഓ, അപ്പൊ താര നമുക്കൊരു മുതൽക്കൂട്ടാണല്ലേ? അതെ. ഞാൻ താരയ്ക്കൊപ്പം നിന്ന എന്നെ താരയുടെ ചാനലിന്റെ MD വരെ ആക്കാന്ന് താര പറഞ്ഞു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ അത് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട. ആരോട് സ്നേഹമോ കടപ്പാടോ ഒന്നും ഇല്ലാത്ത കൂട്ടങ്ങളാ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ ഉള്ളൂ. നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങള് അവളിൽ നിന്ന് നേടിയെടുക്കുക. അവൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കുക. പിന്നെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊന്നും കുഴപ്പമില്ല. അവൾ നമുക്ക് ഉപകാരം ചെയ്യുമ്പോ തിരിച്ചു എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ നമ്മളെ കൊണ്ടാവുന്നത് നമ്മളും ചെയ്തു കൊടുക്കണം. ആ വന്നല്ലോ. അല്ല, എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരിക രണ്ടാളും? ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങളായിട്ട് പുറത്തു പോയതാ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നീയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല. ആന്റി വെറുതെ വഴക്കുണ്ടാക്കാൻ വരല്ലേ? അയ്യോ, ആരാടാ നിന്റെ ആന്റി? ഓരോ കള്ളത്തരം കാണിച്ച് ഈ വീട്ടിൽ കയറി പറ്റിയ പോലെ നീ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണോ? നടക്കില്ല. എന്റെ അടുത്തത് നടക്കില്ല. വെറുതെ ഞങ്ങൾക്ക് വഴക്കിന് താല്പര്യമില്ല. അതിനെ ശ്രമിക്കുകയും വേണ്ട. ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. അയ്യോ, സമാധാനോ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ വീട്ടിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നേ നല്ലത്. അമ്മ ഒരു മറുപടി പോലും പറയാതെ പോകുന്നത് കണ്ടോ? പോട്ടടി മോളെ, എവിടെ വരെ പോകുന്ന എനിക്കൊന്ന് അറിയണമല്ലോ. ഞാനെത്തി. സേഫാണ്. വേഗം കൊണ്ടുവാ. വേഗം കേറ്റ്. പെട്ടെന്നാവട്ടെ. ഇവിടെ കഴിഞ്ഞു സാറേ. സാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി. വൃത്തി പോകുന്നുണ്ടല്ലോ. സാമുവൽ മൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. അല്ല, അഖിൽ തന്നെ വിളിക്കട്ടെ. എങ്കിലേ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാൻ പറ്റും. സ്പീക്കറിൽ. ഹലോ അഖിൽ. പൃഥ്വി മൂവ് ചെയ്യുന്നുണ്ട്. സാമുവലിന്റെ ഡീറ്റെയിൽസ് വ്യക്തമല്ല, എന്നാലും മൂവ്മെന്റിൽ തന്നെയാണ്. കുട്ടേട്ടനും അക്ഷരയും പൃഥ്വിയെ ഫോളോ ചെയ്യുക. ഒപ്പം സാമുവലിനെയും അഖിലെ ട്രാക്ക് ചെയ്തോണം. ഓക്കെ. ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങാണ്. ഓക്കെ, ഇറങ്ങിക്കോളൂ. ഓക്കെ ചേടി, എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്താ വാ. എന്നാ നമുക്ക് ഇറങ്ങാം. എന്നാ നിങ്ങൾ ബാക്കി കാര്യം നോക്കും. ഓക്കെ. മൂവിംഗ് ആണ്, നമുക്ക് നോക്കാം. പൃഥ്വിയും സാമുവലും മൂവിങ്ങിലാണെങ്കിൽ അവര് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവര് മീറ്റ് ചെയ്യുന്നുവെങ്കിലേ അതിനർത്ഥം അവര് വിഗ്രഹങ്ങൾ ഷിപ്പ് ചെയ്യാൻ പോകുന്നു എന്നാണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പൃഥ്വിയെ ഫോളോ ചെയ്താൽ നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാനാകും. അക്ഷരയും കുട്ടേട്ടനും അത് കൃത്യമായിട്ട് ചെയ്തോളും. എങ്ങനെയായാലും ആ വിഗ്രഹങ്ങൾ ഒന്നും നഷ്ടപ്പെടരുത്. അത് നമുക്ക് തിരിച്ചെടുത്തേ പറ്റൂ. ഇതുവരെ മോഷ്ടിക്കപ്പെട്ടത് 4 വിഗ്രഹങ്ങളാ. ജോർജ് സാർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് 5 വിഗ്രഹങ്ങൾ അവർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ വിഗ്രഹം ഇന്നവരെടുക്കും. ഇവിടത്തെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം അടക്കം അവരുടെ കയ്യിലാ. അത് മോഷ്ടിക്കാൻ പൃഥ്വിയും കൂട്ടുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എല്ലാം തിരിച്ചെടുത്ത് യുവമാരെല്ലാം ജയിലിലാക്കിയാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇന്ന് നമുക്കതിനുള്ള അവസരം കിട്ടും. അതിനുവേണ്ടിയല്ലേ കിരൺ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്.
എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ലൈഫ് ഈസ് ഹാപ്പി വിത്ത് സർപ്രൈസസ് എന്നല്ലേ? ആ. അതുകൊണ്ട് പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടലുകൾ ആവാന്ന് കരുതി. ആഹാ, ചന്ദ്രസേനായിരുന്നോ? വണ്ടി വിടുന്ന ശബ്ദം ഞാൻ കേട്ടു. ആഹാ, ആണോ? ഞാൻ കേട്ടില്ലല്ലോ ചെറിയച്ച. ജോലിയിലായിരുന്നതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ചുറ്റും നടക്കുന്നതൊന്നും അറിയാറില്ല എന്ന് പറയാറില്ലേ? അതെ. ആ എത്തിയല്ലോ. ആ ഏട്ടാ. അല്ല, അങ്കിളിന് കുടിക്കാൻ ജ്യൂസ് എടുക്കണോ ചായ എടുക്കണോ? ഇപ്പൊ ഒന്നും വേണ്ട, ഞാനിന്ന് ഇവിടെ ഉണ്ട്, പിന്നെ കുടിച്ചോളാം. ആ എന്നാ അങ്കിൾ ഇരിക്കെ, നിങ്ങൾ സംസാരിക്കേ. എനിക്കൊരു അരമണിക്കൂറുകൂടി വേണം, ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. നടക്കട്ടെ, ആദ്യം ജോലി നടക്കട്ടെ. ചെറിയച്ച ഫ്രീ ആവുമ്പോ ഒന്ന് വരണേ. ഞാൻ ഫ്രീ ആണ് മോളെ. ആണോ? അവരാങ്ങളെയും പെങ്ങളും സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് സേന ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. അത് മതി. എന്നാ നിങ്ങൾ ചെല്ല്, ജോലി നടക്കട്ടെ. ശരി ശരി. ഇരിക്ക്. നിനക്കെന്താ ചന്ദ്ര ഒരു സന്തോഷമില്ലാത്തെ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചേട്ടൻ ഉണ്ടാക്കിയോ? ഓ, ആ കിരണിന്റെയും ദുർഗയുടെയും കാര്യം തന്നെ ഞാൻ പറയുന്നത്. അവരുടെ കാര്യം പൃഥ്വി നോക്കിക്കൊള്ളും. ഞാൻ ഇടപെടണ്ടെന്ന് അവൻ പറഞ്ഞിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ദേ, അവൻ അതൊക്കെ കൊളവാക്കിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം വൃത്തിയായിട്ട് അവസാനിപ്പിക്കാൻ അവൻ അറിഞ്ഞൂടാ. ഇത്രയും റിസ്ക് എടുത്തതെല്ലാം വെറുതെ ആയില്ലേ? ആ കിരൺ പൃഥ്വിയുടെ പേരിൽ എന്തെങ്കിലും കേസ് കൊടുത്തിരുന്നെങ്കിൽ പൃഥ്വി ഇപ്പൊ ജയിലിലായേനെ. ഞാനൊന്ന് നോക്കട്ടെ. ഇനി പെട്ടെന്ന് അവരെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നത് റിസ്കാ. കാരണം പൃഥ്വി അവനെ കുത്തിയത് അവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് അവരാ കാര്യം ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഉടനെ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച അത് പൃഥ്വി അല്ലെങ്കിലും അവന്റെ പേരിൽ തന്നെ വരും. അപ്പൊ പിന്നെ ആ കിരണിനെ ദുർഗ ഇനി സഹിക്കണമെന്നാണ് പറയുന്നേ? എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി അങ്ങനെ സമയം കളയാനില്ല. അവരെ എത്രയും പെട്ടെന്ന് മാറ്റിയേ പറ്റൂ.